ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ വിവാദമായ അഖിലലോക അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ. പമ്പയിൽ നാളെ രാവിലെ 10 മണിക്ക് മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ സ്വാഗത സംഘ രൂപീകരണം നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ വലിയ വിമർശനമാണ് ഹൈന്ദവ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർത്തിയത്. ഇതിനിടയിലാണ് സ്വാഗത സംഘം രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. ആട്ടിൻതോലിട്ട ചെന്നായയെ പോലെയാണ് സർക്കാരിന്റെ ഈ നിലപാട് എന്നുള്ള തരത്തിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി തന്നെ സംശയിക്കത്തക്ക വിധത്തിലാണ് ഈ പരിപാടിയുടെ ആസൂത്രണമെന്നാണ് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുമ്പോൾ അവിടെ പ്രധാനമായും ഉണ്ടാകേണ്ടത് ഹൈന്ദവ സംഘടനകൾ തന്നെയാണ്. കാരണം അവർക്കാണ് സർക്കാരിനേക്കാൾ കൂടുതൽ ശബരിമലയുമായും അയ്യപ്പ ഭക്തരുമായും അവരുടെ സംഘടനകളുമായൊക്കെ വലിയ ബന്ധം ഉള്ളത്. ആചാരത്തിലടക്കം വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ കഴിയുന്നതും ഹൈന്ദവ സംഘടനകൾക്ക് തന്നെയാണ്. പക്ഷേ ഹൈന്ദവ സംഘടനകളെ ഉൾക്കൊള്ളിക്കാതെ ഇത്തരത്തിൽ സ്വാഗത സംഘം രൂപീകരിക്കാനുള്ള നീക്കമാണ് നടക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. അരുൺ, വലിയ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. നാളെ സ്വാഗത സംഘം രൂപീകരിക്കുകയാണ്. ഏതെങ്കിലും ഹൈന്ദവ സംഘടനകളെ വിളിച്ചിട്ടുണ്ടോ ഈ പരിപാടിക്ക്? നിലവിൽ വലിയ വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളുടെ വലിയ പ്രതിഷേധങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആഗോള അയ്യപ്പ ഭക്ത സംഘവുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. കാരണം ഹൈന്ദവ സംഘടനകൾ അതോടൊപ്പം തന്നെ BJP നേതാവ് കുമ്മനം രാജശേഖരൻ അടക്കം മുന്നോട്ട് വെച്ച വലിയ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം നൽകാൻ ദേവസ്വം ബോർഡ് അധികൃതർക്കോ അതോടൊപ്പം തന്നെ സർക്കാരിനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വലിയ ദുരൂഹത ഇതിന് പിന്നിലുണ്ട്, ഗൂഢലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഓരോ ദിവസവും ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുകയാണ്. അത് തെളിവ് സഹിതം തന്നെയാണ്. സർക്കാരിൻ്റെ നിലപാടുകൾ, അതായത് ശബരിമലയിലെ ആചാരങ്ങൾ, ഏറ്റവും പവിത്രമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പരിപാവനമായ ആചാരങ്ങൾ തച്ചു തകർത്തുകൊണ്ട് ഭക്തർക്കെതിരെ കള്ളക്കേസുകൾ എടുത്ത ഒരു സർക്കാർ തന്നെയാണ് പിണറായി വിജയൻ്റേത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സർക്കാർ തന്നെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം ഒരു അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു നടപടിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു വിമർശനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ കടുത്ത എതിർപ്പ് ഇവ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക തന്നെയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നാളെ പമ്പയിൽ രാവിലെ 10 മണിക്ക് ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ, ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനമുള്ള അല്ലെങ്കിൽ നിർണായകമായ ഇടപെടൽ നടത്തേണ്ട ആളുകളാണ് ഹൈന്ദവ സംഘടനകൾ. പക്ഷേ ഒരു ഹൈന്ദവ സംഘടന പ്രതിനിധികളെ പോലും ഈ സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് വിളിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ട്, അതോടൊപ്പം തന്നെ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ സംഘടനകളെ പോലും ഈ ഒരു സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് വിളിക്കാത്തത് എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി അവശേഷിക്കുകയാണ്. കാരണം ശബരിമലയുടെ പവിത്രത, അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനം, അതോടൊപ്പം തന്നെ ശബരിമലയുടെ ആചാര്യം, അതോടൊപ്പം തന്നെ വലിയ ഒരു വികസനം അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സർക്കാർ പറയുമ്പോഴും നമുക്കറിയാം ശബരിമലയുടെ വർഷങ്ങൾ പഴക്കമുള്ള, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പവിത്രമായ, പരിപാവനമായ ആചാരങ്ങൾക്ക് മേൽ സർക്കാർ എടുത്ത നടപടികൾ, സർവ്വശക്തിയും ഉപയോഗിച്ച് നടത്തിയ നടപടികളൊക്കെ തന്നെയും നമുക്ക് പലതവണ പല കുറി നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം, അതും ഇപ്പോഴും യുവതീ പ്രവേശനത്തിന് അനുകൂലമായുള്ള ഒരു നിലപാട് തന്നെയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. അത് ദേവസ്വം ബോർഡും ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തിരിക്കുന്നു. ശബരിമലയുടെ ആചാരം സംരക്ഷിക്കാൻ ജീവൻ കളഞ്ഞുവരെ സമരം നടത്തിയ, നാമം ജപിച്ചുകൊണ്ട് സമരം നടത്തിയ ആളുകൾക്കെതിരെ, ഭക്തർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസുകൾ അത് ഇപ്പോഴും ഓരോ സ്റ്റേഷനുകളിലും തുടരുക തന്നെയാണ് ചെയ്തിരുന്നത്.